നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ കപ്പലായ MSC ഏരീസിലെ ക്രൂ അംഗങ്ങളായ ഇന്ത്യൻ പൗരന്മാരെ ഇറാൻ തടങ്കലിൽ വെച്ചിട്ടില്ലെന്നും അവർക്ക് പോകാൻ പരിപൂർണ സ്വാതന്ത്ര്യമുണ്ടെന്നും വ്യക്തമാക്കി ഇറാൻ. ഇന്ത്യയിലെ ഇറാനിയൻ പ്രതിനിധി ഇറാജ് ഇലാഹിയാണ് ഇന്ത്യക്കാർക്ക് പ്രത്യേക പരിഗണനയാണ് എന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായാണ് ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ള MSC ഏരീസ് എന്ന കപ്പൽ ഇറാൻ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ അനവധി തൊഴിലാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ 17 പേർ ഇന്ത്യക്കാരാണ്. കപ്പലിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ജീവനക്കാരുടെ സുരക്ഷയെപ്പറ്റി വിവിധ കോണുകളിൽ നിന്നും ആശങ്ക ഉയരുമ്പോഴാണ് ഇന്ത്യക്കാരെ തങ്ങൾ ഒന്നും ചെയ്തില്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ഇറാൻ രംഗത്തെത്തിയത്. എല്ലാ ഇന്ത്യക്കാർക്കും പോകാൻ സ്വാതന്ത്ര്യമുണ്ട്, അവരെ തടങ്കലിൽ വെച്ചിട്ടില്ല, അവർക്ക് ഇന്ത്യയിലേക്ക് മടങ്ങാം, അവർ ക്യാപ്റ്റന്റെ നിയന്ത്രണത്തിലാണ്, വാർത്താ ഏജൻസിയായ ANI-യോട് പ്രതികരിച്ചുകൊണ്ട് ഇലാഹി പറഞ്ഞു. അതേസമയം കപ്പലിൽ അകപ്പെട്ടു പോയിരിക്കുന്ന മുഴുവൻ ഇന്ത്യക്കാരെയും ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ഇന്ത്യൻ എംബസിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രൂ അംഗങ്ങൾ നല്ല ആരോഗ്യത്തോടെയും ഇന്ത്യയിലെ അവരുടെ കുടുംബാംഗങ്ങളുമായി സമ്പർക്കത്തിലുമാണ് ഉള്ളത്. MSC ഏരീസിലെ ശേഷിക്കുന്ന ക്രൂ അംഗങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ ഇന്ത്യൻ മിഷൻ ഇറാനിയൻ അധികൃതരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യൻ എംബസി വെളിപ്പെടുത്തി. അത്യപൂർവമായ ഒരു നയതന്ത്ര വിജയമാണിത് എന്ന് പറയേണ്ടി വരും. ഇന്ത്യ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള സവിശേഷ സ്ഥാനമാണ് ഇത് അടയാളപ്പെടുത്തുന്നത്. യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 രാജ്യങ്ങൾ ഇസ്രായേലും ഇറാനും. ഈ 2 രാജ്യങ്ങളും ഇന്ത്യയെ അവരുടെ സൗഹൃദ രാഷ്ട്രമായാണ് കാണുന്നത്. ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ സ്വന്തം പൗരന്മാരെ പോലെയാണ് കാണുന്നതെന്ന് വ്യക്തമാക്കി ഇസ്രായേൽ സ്ഥാനപതി കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നിരുന്നു. ഞങ്ങൾക്കും ഇന്ത്യക്കാർ അതേപോലെ തന്നെയാണെന്ന പരാമർശം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാനിയൻ സ്ഥാനപതി. പരസ്പരം ശത്രുതയിൽ നിൽക്കുന്ന ഈ 2 രാജ്യങ്ങളും ഒരേപോലെ പിന്തുണയ്ക്കുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. ഇത് നയതന്ത്ര മേഖലയിൽ തന്നെ ഒരു അപൂർവതയാണ്. സമാനമായ രീതിയിൽ റഷ്യ-യുക്രൈൻ യുദ്ധത്തിലും നടന്നിരുന്നു. ഇരു രാജ്യങ്ങളും, അതായത് റഷ്യയും യുക്രൈനും, യുദ്ധകാലത്ത് സഹകരണ ശ്രമങ്ങൾക്ക് വേണ്ടി ഇന്ത്യയെ സമീപിച്ചിരുന്നു. യുദ്ധം നിർത്താൻ ഇന്ത്യ മുൻകൈ എടുക്കണം എന്ന രീതിയിൽ ഉക്രൈൻ ഇന്ത്യയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ലോക മേധാവിത്വത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ അല്ല, മറിച്ച് ലോക മേധാവിത്വം ഏതാണ്ട് കൈവരിച്ചിരിക്കുന്ന ഒരു ഇന്ത്യയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് വാസ്തവം. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.